തിരുനാവായ കുംഭമേളയോട് അനുബന്ധിച്ചുള്ള രഥയാത്ര പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് ആരംഭിച്ചു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് രഥയാത്ര പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് പുനരാരംഭിച്ചത്. തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിന് സമീപമുള്ള ത്രിമൂർത്തി മലയിലെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തിൽ നിന്ന് യാത്ര ആരംഭിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. മഹാമാഘ മഹോത്സവം 2026 ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന രഥയാത്ര ശ്രീചക്ര മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് ഈ രഥയാത്ര പുരോഗമിക്കുന്നത്? രഥയാത്ര പാലക്കാട് കൽപ്പാത്തിയിൽ നിന്നാണ് ഇന്നിപ്പോൾ രാവിലെ ആരംഭിച്ചിരിക്കുന്നത്. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സന്നിധിയിൽ നിന്നാണ് രഥയാത്രയ്ക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ 19-ാം തീയതി ആയിരുന്നു ഈ രഥയാത്ര ഈ ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനമായ തിരുമൂർത്തി മലയിൽ നിന്നും ആരംഭിക്കേണ്ടിയിരുന്നത്. തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്നും ആരംഭിക്കേണ്ടിയിരുന്ന ആ രഥയാത്രയെ അന്ന് അവിടുത്തെ സർക്കാർ തലേ ദിവസം തന്നെ സ്റ്റാലിൻ സർക്കാർ അതിന് അനുമതി നിഷേധിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. തുടർന്ന് അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. പിന്നീട് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ട് തന്നെ കോടതിയെ സമീപിച്ചോ മറ്റോ അനുകൂല ഉത്തരവ് വാങ്ങിക്കുന്നതിനുൾപ്പെടെയുള്ള സമയം ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർ അവിടെ നിന്നും ഈ മഹാമേരുവുമായിട്ട് രഥത്തിലല്ലാതെ മറ്റൊരു വാഹനത്തിൽ, അതായത് ഒരു കാറിൽ മഹാമേരു വഹിച്ചുകൊണ്ടുള്ള യാത്ര അവർ ആരംഭിച്ചിരുന്നു. അതിനുശേഷം അത് ഇപ്പോൾ ഈ പാലക്കാട് കൽപ്പാത്തിയിലേക്ക് എത്തിച്ച് വീണ്ടും രഥവും അവിടെ എത്തിച്ച് രഥത്തിൽ മഹാമേരു കാലടിയിൽ പൂജിച്ചിട്ടുള്ള മേരുവാണ്. ആ മേരു ഈ രഥത്തിൽ കയറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ കൽപ്പാത്തിയിൽ നിന്ന് രഥയാത്ര തിരുനാവായിലേക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പാലക്കാട് വടക്കന്തറ, യാക്കര, കൊടുന്തുരപ്പള്ളി അഗ്രഹാരം, അണിക്കോട് ആശ്രമം, മങ്കര, പാമ്പാടി, അതുപോലെ തിരുവില്ലാമല, കുത്താമ്പള്ളി എന്നിവിടങ്ങളിലൂടെയാണ് ഇന്ന് 21-ാം തീയതി ഈ യാത്ര കടന്നു പോവുക. അതിനുശേഷം നാളെ ഈ യാത്ര ചിനക്കത്തൂര്, വാണിയംകുളം, കുളപ്പുള്ളി, പരക്കുട്ടിക്കാവ്, പാമ്പാടി, തൃത്താല, കുറ്റിപ്പുറം എന്നീ പ്രദേശങ്ങൾ വഴി തിരുനാവായിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. നാളെ ഒരു വൈകിട്ടോടുകൂടി ആയിരിക്കും രഥയാത്ര ഈ തിരുനാവായിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സർക്കാരിൻ്റെ ഈ തമിഴ്നാട് സർക്കാരിൻ്റെയൊക്കെ ഒരു ഭാഗത്തു നിന്ന് ഈ രഥയാത്രയെയും അതുപോലെ തന്നെ പരിപാടിയെയും മോശമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് രഥയാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ശരി അരുൺ, വിവരങ്ങൾ വ്യക്തമാണ്. തിരുനാവായ കുംഭമേളയോട് അനുബന്ധിച്ചുള്ള രഥയാത്ര പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് ഈ രഥയാത്ര പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് പുനരാരംഭിച്ചത്. അരുൺ ആലത്തൂരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.